ഇന്ന് നമുക്ക് ഡോമിനോസ് സ്റ്റൈൽ ചീസി ഗാർലിക് ബ്രെഡ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഡോ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുവാണ്. പാൽപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കുന്നത് സ്റ്റാൻഡ് മിക്സറിലാണ്. കൈവച്ചിട്ടാണെങ്കിലും 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് കുഴച്ചെടുക്കുന്നു അത്രയും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും ബ്രെഡ്. അപ്പോൾ ഞാനിതിൽ കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ചെറു ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഡോണട്ടൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ച് ലൂസായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് റെഡിയായി കിട്ടത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിന് പകരം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർക്കുന്നതിനേക്കാളും ബട്ടർ ചേർക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ്. ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ചെറു ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർക്കുമ്പോഴും കൂടി പോകരുത് കേട്ടോ. പാകം നോക്കി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ട് ഇതുപോലെ ഇങ്ങനെ ആ ഒരു ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് റെഡിയായി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റുവാണ്. കണ്ട ഈ ഒരു പരുവത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബൗളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് മേൽഭാഗം ഒന്ന് ഡ്രൈ ആകാതിരിക്കാനായിട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നന്നായിട്ടൊന്നിൻ്റെ മേൽഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് പൊങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുവാണ്. അല്ലെങ്കിൽ നനഞ്ഞ ടവൽ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നിന്ന് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഞാനിത് ഓവനൊന്ന് 1 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റാക്കിയിട്ട് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു ഉണ്ട വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുകയാണ്. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഹെർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയർ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കാനായിട്ട് ഒത്തിരി മൈദ ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. 2 ഗാർലിക് ബ്രെഡ് റെഡിയാക്കാനായിട്ട് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ഒന്ന് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് നീളത്തിന് ചെറിയൊരു തിക്നെസ്സിലൊന്ന് പരത്തിയെടുക്കാം. നീളത്തിന് ചെറിയൊരു തിക്നെസ്സിലൊന്ന് പരത്തിയെടുക്കാം.
നീളത്തിന് പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബട്ടറിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസിനൊന്നും പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് എത്രത്തോളം ചേർക്കണം അത്രയും ചേർത്ത് കൊടുക്കാം. ചീസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പം ഞാനിത് അവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കി ഇരുന്ന മാവും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ആ മേൽഭാഗം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടാകുന്ന രീതിയിൽ ഇങ്ങനെ ഇടവിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെന്താ ബാക്കി ഇരുന്ന ആ മാവും കൊണ്ട് ഇതുപോലെ ഒന്നും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള അവനിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് വരെ കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതാ കറക്റ്റ് 25 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗാർലിക് ബ്രെഡാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുവാനായിട്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.